അതെങ്ങനെയാ അമ്മേ ഞാൻ ചോദിക്കുക? അത് മുത്തശ്ശി അമൂലിക്ക് വേണ്ടി കൊടുത്തതല്ലേ? അവളോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്റെ 1% എന്നോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ഈ വീട്ടിലെ മരുമകളായനെ. നീ എന്താ ഈ പറയുന്ന വേദാന്ത്? അതെങ്ങനെ അവൾക്ക് കൊടുക്കാൻ പറ്റും? നിന്റെ മുത്തശ്ശി എന്തോ ഓർമ്മയിൽ അവൾക്ക് ഇടാൻ വേണ്ടി അത് കൊടുത്തതായിരിക്കും. നോക്ക്, അത് ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് അവകാശപ്പെട്ടതാ. നാളെ പൂജയുടെ സമയത്ത് ഞാനത് സാഹിത്യക്ക് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സോ നാളെ പൂജയുടെ സമയത്ത് ആ വള എന്റെ കയ്യിൽ എത്തിയിരിക്കണം. നമ്മൾ പോകുന്നത് ഒരു ദിവസത്തേക്കാ. നാട് വിട്ട് പോകുന്ന പോലാണല്ലോ നീ പാക്ക് ചെയ്ത്. ഞാൻ നിന്നെ പോലെ സോർത്തിയല്ല മണ്ടിയല്ല, അതുകൊണ്ട് എന്റെ ബാഗ് ഇത്ര വലുതായിരിക്കുന്നേ. എന്തൊക്കെയാടി സംസാരിക്കുന്നേ? ഞാൻ പറഞ്ഞതിനും സ്വാർത്ഥതയ്ക്കും എന്താടി ബന്ധം? അതുകൊണ്ടാ നിന്നെ അഹങ്കാരി കൊരങ്ങെന്ന് വിളിക്കുന്നേ. നിനക്ക് ഒരു ബുദ്ധിയില്ല. ഇതിൽ എന്റെ തുണി മാത്രമല്ല അമ്മയുടെ ഉണ്ട്. ഞാൻ നിന്നെ പോലെ എന്റെ മാത്രം മതിയെന്ന് വിചാരിക്കില്ല. പിന്നെ കുറച്ച് കൂടുന്നുണ്ടിപ്പോ. നീ അയ്യോ വഴക്കാണല്ലോ രണ്ടുകൂടി. എല്ലാം എടുത്തു വെച്ചോ നിങ്ങള്? കഴിഞ്ഞ ദിവസം വാങ്ങിയ കമ്മലൊക്കെ എടുത്തു വെച്ചോ? അയ്യോ മറന്നുപോയി. അഞ്ചു വാടി എടുത്തു വെക്കാം. ഈ വളകൾ ഏറ്റവും യോജിക്കുന്നത് ഇവക്ക് തന്നെയാ. വേറെ ആരതിട്ടാലും ശരിയാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇതിപ്പോ തിരിച്ചു ചോദിക്കാൻ പോകുന്നില്ല. അമ്മയോട് വേറെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാം. വേദാന്ത്, വേദാന്ത്. സിദ്ധാർത്ഥ്, ഞാൻ ഓഫീസിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. ഓ, ബിസിനസിനെ കുറിച്ചാണോ? ഞാനോ തന്നെ വിചാരിച്ചേ. അമൂല്യ റെഡി ആയി കഴിഞ്ഞ പിന്നെ എല്ലാവരും റെഡി ആയിരിക്കും. നീ ഇവിടെ ഉള്ളവരെ കൂട്ടി പുറപ്പെട്ടോ. ഞാൻ ചെറിയച്ഛനെയും ചെറിയമ്മയും വിളിച്ചോണ്ട് നിന്റെ പുറകെ തന്നെ വന്നോളാം. na 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 na. Veda Veda.
ഏട്ടത്തി ഏട്ടൻ പുതുതായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന ആ ഫ്ലവർ വേസ് ഇല്ലേ, നമ്മുടെ അമ്മൂന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പക്ക ഫെൻഡബിളസ് ആയിട്ടുണ്ട്. ഫെന്റാബിലസോ? അതെന്താ ആരതി? ഫാന്റാസ്റ്റിക് ഫാബുലസ് എന്നുള്ളത് അമ്മ രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് ഫെൻഡബിളസ് എന്നാ പറയാ. ഓ അതോ, അതിലൊരു വ്യാകരണം ഉണ്ട് എന്തായാലും. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതി വേദാന്താണ് ഇത് വാങ്ങിച്ചത് തന്നെ. ഫാമിലിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേട്ടൻ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും അല്ലേ ഏട്ടത്തി? ഇപ്പോഴാണ് ഫ്യൂച്ചറിൽ ഫാമിലിയിലേക്ക് എൻട്രി ആവാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നുള്ള തരത്തിൽ വരെ എത്തിക്കുന്നത്. അങ്ങനെയാണല്ലേ ഏട്ടത്തി? അങ്ങനെയാണെങ്കിൽ പിന്നെ ഏട്ടൻ എന്തിനാ ഇത്രയും വലിയ പൂജ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നേയില്ല. അതിനും ഏട്ടത്തി പറഞ്ഞതിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഏട്ടത്തി? അയ്യോ, നിങ്ങൾ രണ്ടുപേരെന്ന് ഇങ്ങനെ ഒരുപോലെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ഒരുമാതിരി വായാടികളെ പോലെ ഒന്ന് അകത്ത് പോയിരുന്ന് സംസാരിച്ചൂടെ? നീ ഒന്ന് ചുമ്മാ ഇരിക്കെ. നീ ചോദിച്ചില്ലായിരുന്നേ? ഓഫ് കോഴ്സ് ഇതിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതുവരെ ആരുടെ വീട്ടിൽ ഊണ് കഴിക്കാൻ പോകാത്തവൻ അന്ന് ലോക്ക്ഡൌൺ ടൈമില് അമൂലിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? ഹലോ, എക്സ്ക്യൂസ് മീ, പറഞ്ഞു തീർന്നില്ലെങ്കിൽ ഒന്ന് റൂമിൽ പോയി സംസാരിച്ചൂടെ? ഒന്ന് ചുമ്മാ തിരിക്കെ. നീ വേറെ അതിന്റെ ഇടയിൽ തലവെക്കുന്നു. ഡോക്ടർ എന്നോട് നന്നായി സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് ഏട്ടത്തി. എന്ത് ഇങ്ങനെ നിന്ന കാലം സംസാരിക്കാനാ? ചുമ്മാ തിരിക്കി വിക്കി, ഞങ്ങൾ മറ്റൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന. സത്യാണ് ഏട്ടത്തി, ചേട്ടന് അമ്മൂനെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്നാ ഒന്നും മനസ്സിലാവാത്തത് പോലെയാ നടക്കുന്നത്. ഈ രണ്ട് ആന ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചിങ്ങനെ സർക്കസ് ചെയ്യുന്ന കണ്ടിട്ട് ആർക്കും എന്നെ കെയർ ചെയ്യാനില്ല. എവിടെ നിൽക്കുന്ന എന്റെ ചേട്ടനെ കുറിച്ചും റവടി കൊച്ചിനെ കുറിച്ചാ സംസാരിക്കുന്നത്. വെരി നൈസ്. ഇത് നമ്മുടെ വീടാ. ബാഗുകൾ എവിടെ വേണമെങ്കിലും വെക്കാം. ആരും ഒന്നും പറയില്ല. ബുദ്ധിയില്ല നിനക്ക്. മദറിനെങ്ങാനും ഞാൻ ഈ ബാഗ് കൊണ്ടാണ് ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞാൽ എന്റെ കഥ തീർന്നു. അതാ കയ്യിൽ പിടിച്ചോണ്ടിരുന്നേ. താഴെ വെച്ച മനസ്സിലാകില്ല അമ്മയ്ക്ക്. സോറി ബ്രദർ, നീ ഭൂമിയിലെ ബുദ്ധിമാനാണ്. ഞാൻ എന്തായാലും അമ്മ കൊടുത്തു. ആരതി നീയും കൊടുക്ക്. ഏട്ടത്തി ഒന്ന് ചുമ്മാ ധരിക്കുന്നുണ്ടോ? ഒന്നും ആകില്ല, ദൂരെ നിന്നും കൊടുക്കാം. ഏട്ടത്തി ഈ സോപ്പിടലെല്ലാം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. മതിയാക്ക്. സോപ്പിടലൊന്നും ഒന്നുമില്ല. ബൈ ദ വേ വേഗം എടുത്തോണ്ട് വാ റൂമിലേക്ക്. ആരതി ബാ. ആൻഡ് ബൈ ദ വേ വെളിയിലെ 4 ബാഗുകളോടെ ഉണ്ട്, അതുകൂടി എടുത്തിട്ടോ. ഈ ആർത്തി രാവിലെ മുതൽ രാത്രി വരെ എത്ര തന്നെ ചോദിച്ചാലും വെറൊരു ഫ്ലൈയിങ് കിസിലൂടെ അങ്ങ് ഒതുക്കിക്കളയും. ഇനി മുതൽ ഞാനും ഒരു മാസ്റ്റർ പ്ലാൻ റെഡിയാക്കേണ്ടതുണ്ട്. എനിക്കും ഇവരുടെ കൂടെ പുറകിലിരുന്നാ മതിയായിരുന്നു. വേണ്ട, നീ ഇവിടെ ഇരുന്നാ മതി. നീ ഇനി പിന്നോട്ടിരുന്ന് അവർക്കെല്ലാം കൺജസ്റ്റഡ് ആയിട്ട് വെറുതെ എന്തിനാ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അമൂല്യ? ചേട്ടാ, എനിക്കെന്തോ ഇതിനർത്ഥം മനസ്സിലാവുന്നില്ല ഏട്ടാ. എന്താ മോളെ, എന്തിന്റെ അർത്ഥം? ഞങ്ങള് രണ്ടുപേരും കംഫർട്ട് ആയിട്ട് ഇരിക്കുന്നത് ചേട്ടന് കൺസേൺ ആയിരുന്നെങ്കിൽ നമ്മുടെ ഈ മുതുക്കി സിദ്ധാർത്ഥ ഏട്ടന്റെ കൂടെ വേറൊരു കാറിൽ വന്നേനെ. അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾ ഇവിടെ ഇരുന്നോട്ടെ.
സുകുമാരൻ ഒരു അഞ്ചാറടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടി. കണ്ടീഷൻ നല്ലതാവട്ടെ എന്ന് വിചാരിച്ച പാട്ട് വെച്ചത്. എന്നാ ഈ അഹങ്കാരി അതിനൊന്നും എതിരൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു അഞ്ചാറടിയുള്ള കണ്ടാലും മുഞ്ചുള്ള പഞ്ചാരയടി. പാട്ടിടട്ടെ. ആ ഇട്ടോളൂ, നോ പ്രോബ്ലം. ഓന കൊണ്ടാടികളിൽ ഏറ്റവും ഏറ്റവും പവനാർ മുരളി. ഓളവരടി, വരടി, ഓളവരടി, ഓളവരടി. ഇവനത് എന്തു പറ്റി ദൈവമേ? പാട്ടെങ്ങാനും ഇട്ട് കഴിഞ്ഞ ഹാഫ് മെന്റലിനെ പോലെ പെട്ടെന്ന് പാട്ട് ഓഫ് ചെയ്യുന്നവനാണല്ലോ. ഇതിപ്പോ എന്താ പറ്റിയത്? അല്ല, ഇതൊന്നും ഇവന്റെ ടേസ്റ്റി അല്ലല്ലോ. എന്നിട്ട് ഇവൻ എന്തിനാ ഇങ്ങനെ തലയാട്ടുന്നേ? ഇവനിത് എന്താ പറ്റിയേ? അബദ്ധങ്ങൾ പ്രണയപാതയിൽ എടി ഡ്രാമ ക്യൂൺ, ഒരാളിനെ കുഴിയിൽ വീഴ്ത്തുന്നത് നീ കണ്ടിട്ടുണ്ടാവും അല്ലേ? ആര് വരാണ്? ഞമ്മളെ മജ്നു. പക്ഷെ അവരവര് കുഴി വീഴുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാലേ ഇത് അതാ. മാരുവില്ലങ്ങാടിയിലെ പൂക്കട വിൽക്കലനെ മനസ്സിലായില്ല ചേച്ചി. ചേട്ടൻ വീണടി മോളെ. എന്താടി പെറുപെറുക്കുന്നേ? ഒന്നുമില്ല. കുറച്ച് സമാധാനത്തോടെ നിനക്ക് അവരോട് സംസാരിച്ചൂടെ? എന്തിനാ കുട്ടികളെ വഴക്ക് പറയുന്നത്? എന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ അപമാനപ്പെടുത്താനായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു തെറ്റായ പ്രതീക്ഷ എനിക്ക് തന്നത് ആന്റി? സാഹിത്യ, ഈ കാര്യത്തിൽ നീ കുറച്ചുകൂടി ക്ഷമ കാണിച്ചേ പറ്റുള്ളൂ. ക്ഷമിച്ച് താഴ്ന്ന് എന്റെ കൈ ഇപ്പോ മണ്ണിൽ പൂണ്ട് കിടക്കുന്ന അവസ്ഥയാ. സാഹിത്യ, ഇപ്പൊ തന്നെ എനിക്ക് ആവശ്യത്തിലേറെ ടെൻഷനുണ്ട്. ഇനി നീയായിട്ട് അത് കൂട്ടാൻ നിൽക്കരുത്. നിങ്ങൾ എപ്പോഴും എന്റെ വായടയ്ക്കാനാ നോക്കിയിരിക്കുന്നേ. എന്റെ പ്രശ്നം മനസ്സിലാക്കാൻ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പൊ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു എന്ന് കരുതി ജീവിതം തീർന്നു എന്ന് വിചാരിക്കരുത്. എനിക്കിഷ്ടമുള്ളതുപോലെ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. മുത്തശ്ശി അമൂല്യക്ക് വളകൾ കൊടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമായിരുന്നോ? അല്ല, മുത്തശ്ശി എന്തിനാ അവക്ക് വള കൊടുത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വാങ്ങിക്കൊണ്ടുവരാൻ വേദാന്തനോട് ഞാൻ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അവരെങ്ങനെയാ കൈകാര്യം ചെയ്തതെന്ന് ആന്റിയും കണ്ടതല്ലേ? അവരത് തിരിച്ചു വാങ്ങുമെന്ന് യാതൊരു സൂചനയും തന്നില്ല. നോക്ക് സാഹിത്യ, അമ്മ കൊടുത്ത വള ഇപ്പൊ അമൂല്യയുടെ കയ്യിലാ ഉള്ളത്. ഞാൻ എന്ത് ചെയ്താലും അതിന് പുറകിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കും. ഇതിനെ ഇപ്പൊ ഞാൻ ആ രീതിയിലൊന്നും കാണുന്നില്ല. വളകളുമില്ല. ഇവിടെ വേദാന്തിനെ കല്യാണം കഴിക്കുമെന്ന് യാതൊരു ഉറപ്പ് പോലും ഇല്ല. അതുകൊണ്ടാ നീ ഒരു വിഡ്ഢിയാവരുതെന്ന് പറഞ്ഞത്. നോക്ക്, ഇപ്പൊ ഞാൻ വേദാന്തിനോട് പോയി അവളുടെ കയ്യിൽ നിന്ന് വള വാങ്ങിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അവൻ പോയി അവളോടത് ചോദിച്ചാ അവർക്കിടയിൽ ഇപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടാവുകയല്ലേ ചെയ്യ. അതിനേക്കാളും നല്ലൊരു ന്യൂസ് വേറെ ഉണ്ട് സാഹിത്യ. അത് വേദാന്ത് ചോദിച്ചെങ്കിൽ മാത്രം. അവര് ചോദിച്ചില്ലെങ്കിലോ? നോക്ക്, എന്റെ അടുത്ത് വന്ന് ആണെങ്കിൽ പോയെങ്കിൽ വന്നെങ്കിൽ ഈ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എന്റെ മകൻ ഒരിക്കലും എന്റെ വാക്കിനെ തള്ളിക്കളയില്ലെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എന്താ സുഹാസിനി, ഇവള് നീയും കൂടി ഇവിടെ ഇരുന്ന് പഞ്ചായത്ത് കൂടുവാണോ? എന്തിനാ ഇവളെ ഇത്ര അടുത്ത് പിടിച്ചിരുത്തിയേക്കുന്നത്? ഇവൾക്ക് കുറച്ചു പോലും ബഹുമാനം ഇല്ല. മുത്തശ്ശി, നിങ്ങളും എന്നെ പറ്റി ഇങ്ങനെ ഓരോന്ന് പറയരുത്. കണ്ടല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഇവക്ക് ഗുരുത്വം ഇല്ല, ഒരിത്തിരി സംസ്കാരം പോലും ഇല്ല. എത്ര അഹങ്കാരത്തിലാണ് അവള് സംസാരിക്കുന്നത്. അമ്മേ, ഇപ്പൊ ഇവളോട് ഇങ്ങനെ ഒന്നും വന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. അമ്മ എന്തിനാ എന്നോട് ഈ ചതി ചെയ്തേന്ന് പറ. ഞാനോ? ഞാൻ എന്ത് ചെയ്തു എന്നാ പറയുന്നേ? നമുക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയിരുന്ന ആ വളകൾ ആ അമൂല്യക്ക് അമ്മ എന്തിനാ കൊടുത്തത്? കൊടുക്കണോന്ന് എനിക്ക് തോന്നി, കൊടുത്തു. അതിനിപ്പോ എന്താ? ആ വള അവക്ക് കൊടുത്തത് കൊണ്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നല്ല പറഞ്ഞത്. കൈമാറി വന്നിരുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ചാ പറഞ്ഞത്. സമ്പ്രദായത്തെ കുറിച്ച് നീ എനിക്കാണോ പറഞ്ഞു തരാൻ പോകുന്നത്? അയ്യോ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാനോ? ഞാനത് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അത് വേറെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോയി പറഞ്ഞാ മതി, എന്നോട് പറയണ്ട.
നിനക്കറിയാവുന്നതല്ലേ, ആ വളകൾ എന്റെയാണ്. എന്റെ അമ്മ എനിക്ക് തന്നതാണ്. അതുകൊണ്ടാ വരാൻ പോന്ന മരുമകൾക്ക്, അതായത് സാഹിത്യക്ക് ആ വള കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് നിനക്ക് തന്നാലല്ലേ നീ അത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. അത് ആർക്കാണോ കിട്ടിയത് അവരത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അതാണ് ശാസ്ത്രം. ഞാനും അത്രേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ ആർക്കും അധികാരമില്ല. ഓ വരൂ 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 വരൂ, എല്ലാരും വന്നാട്ടെ, എല്ലാരും വന്നാട്ടെ. വരൂ വരൂ, എല്ലാരും വരൂ. നമസ്കാരം. സുഖാണല്ലോ അല്ലേ? നമസ്കാരം ശ്രീധർ, സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് സുഖാണോ? ഓ സൂപ്പറായിട്ടിരിക്കുന്നു. നിങ്ങളെല്ലാരും ഇന്ന് വന്നതില് ഒരുപാട് സന്തോഷമുണ്ട്. ആന്റി, ഈ ഗ്യാങ് മൊത്തം ഉണ്ടല്ലോ ഇവിടെ. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എല്ലാവരും ഇന്ന് തന്നെ എന്തിനാ വന്നേ? അതിനർത്ഥം ഞാനും അവരും നിങ്ങൾക്ക് ഒരുപോലെയാണെന്നല്ലേ? ഥു, ഈ 3rd ക്ലാസ് ആളുകളുടെ കൂടെ എന്നെ എന്തിനാ ചേർക്കുന്നേ ആന്റി? ഷട്ടപ്പ് സാഹിത്യ. ഇവരെല്ലാവരും കൂടി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ എന്താ സ്വപ്നം കണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം ഇൻവിറ്റേഷൻ ഇല്ലാതെയാണോ വന്നേ? വേദാന്ത് പറഞ്ഞത് ഫാമിലി മാത്രമെന്നാ. പക്ഷെ അവന്റെ മനസ്സിൽ ഇവരാണ് ഫാമിലി എന്ന് എനിക്കറിയില്ലായിരുന്നു. ഷേ, അങ്ങനെയാണെങ്കിൽ ഈ പ്രോഗ്രാമില് എന്തോ കാര്യമായി നടക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഡിസ്കസ്റ്റിംഗ്. മക്കളെല്ലാവരും കൂടി വന്നതില് നാളത്തെ പ്രോഗ്രാം അടിപൊളിയായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. പറഞ്ഞത് കറക്റ്റാ മാമ. ഞങ്ങളുള്ളപ്പോ എന്റർടൈൻമെന്റിന് ഒരു കുറവുണ്ടാവില്ല. നാളത്തെ പൂജ ഉത്സവം പോലെ ആക്കണം. ചുമ്മാ കേട്ടോ.